എറണാകുളം മുനിസിപ്പൽ കോർപ്പറേഷൻ ടൗൺ ഹാളിന്റെ എതിർവശത്ത് അതിപുരാതനമായ ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്. പരമാര ശ്രീ ഭദ്രകാളി ക്ഷേത്രം. മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്നും രക്തബീജാസുര നിഗ്രഹത്തിനായി പിറവികൊണ്ട ഉഗ്രരൂപിണി ഭാവത്തിലുള്ള ഭദ്രകാളി സങ്കല്പത്തിലാണ് ഇവിടെ ദേവിയെ ആരാധിക്കുന്നത്. നൊന്തു വിളിച്ചാൽ അരികിൽ വന്ന് അനുഗ്രഹിക്കുന്ന ആദിപരാശക്തിയുടെ ഉഗ്രചൈതന്യം. വടക്കോട്ട് ദർശനമായിരിക്കുന്ന ചുരുക്കം ചില ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് പരമാര ദേവീക്ഷേത്രം. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപത്താണ് ഐശ്വര്യപ്രധായിനിയായ പരമാര ഭദ്രകാളി ദേവി കുടികൊള്ളുന്നത്. ഈ ക്ഷേത്രത്തിലെ ആലുങ്കൽ ഭഗവതിയുടെ വിഗ്രഹം അല്പാൽപ്പം വളരുന്നുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് ഇന്ന് 6 അടിയോളം ഉയരമുണ്ട്. കൊടുങ്ങല്ലൂരമ്മ എഴുന്നള്ളി എത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് അത്ഭുതകരമാവണ്ണം ഇങ്ങനെ വളരുന്നത്. കുംഭമാസത്തിലെ ഉത്രം നാളിൽ കൊടിയേറി 6 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടത്തിയത്. കൂടാതെ മീനമാസത്തിലെ ചിത്തിരനാളിൽ ദേവിയുടെ ജന്മദിന സദ്യയും ചാന്താട്ടമെന്ന വിശേഷ ആചാരവും നടത്തുന്നു. ഉത്സവ നാളുകൾ ക്ഷേത്രകലകളും നാടൻ കലകളും കൊണ്ട് ആഘോഷം. പരമ്പനാർകുളങ്ങര ഭഗവതിയെന്നും പരമാരമുക്തിയെന്നും ഈ ഭദ്രകാളി ചൈതന്യത്തെ അത്യാദരം ഭക്തർ വിശേഷിപ്പിക്കുന്നു. ആലുങ്കൽ ഭഗവതിക്ക് പുറമെ ശിവൻ, ഗണപതി, ബ്രഹ്മരക്ഷസ്, നാഗേശ്വരി തുടങ്ങിയ ഉപദേവതകളാൽ പരിസേവിതയായ ഭദ്രകാളി ദേവി കുടിയിരിക്കുന്ന ക്ഷേത്രത്തിന് അത്ഭുതകരമായ ഒരു ഐതിഹ്യമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഞ്ചാരപ്രിയനായ ഒരു ബ്രാഹ്മണൻ ഇവിടെ എത്തുകയുണ്ടായി. എറണാകുളം അന്ന് കൃഷ്ണനാഗകുളം എന്ന പേരിൽ പ്രസിദ്ധമായിരുന്നു. പരമ്പരാർ കുളങ്ങര എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥലത്താണ് ആ ബ്രാഹ്മണൻ തന്റെ ഉപാസനാമൂർത്തികളായ ദേവീദേവന്മാരെ വെച്ച് പൂജ ചെയ്തത്. എന്നാൽ പൂജ കഴിഞ്ഞതോടെ ദേവീ വിഗ്രഹം വീണ്ടെടുക്കുവാൻ കഴിയാത്ത വിധം അവിടെ ഉറച്ചുപോയി. പിന്നീട് നടന്ന പ്രശ്നവിധിയെ തുടർന്ന് ഭദ്രകാളി സങ്കല്പത്തിലുള്ള ഒരു ക്ഷേത്രം ഇവിടെ നിർമ്മിക്കുകയായിരുന്നു. സർവവരദായിനിയായ അമ്മയ്ക്ക് പുഷ്പാഞ്ജലി, നിറമാല, ചുറ്റുവിളക്ക്,
ത്രികാല പൂജ, തിരുമുഖം ചാർത്ത്, സ്വയംവര പുഷ്പാഞ്ജലി, കുരുതി തുടങ്ങിയ പ്രധാന വഴിപാടുകളാണ് നടത്തപ്പെടുന്നത്.